ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. എന്തിനാ മോളെ നീ പിടിവാശിയൊക്കെ കാണിച്ചത്? ജഗന്റെ കൂടെ വണ്ടിയിൽ കയറി പോന്നാ പോരായിരുന്നു എന്ന് ചന്ദ്രിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ് വന്ദന. അതേസമയം ഇത് കേൾക്കുന്ന ജഗൻ പറയുകയാണ്, എൻ്റെ അമ്മേ, എനിക്ക് വന്ദനെ പോലുള്ള പെൺകുട്ടികളെയാ ഇഷ്ടം. അല്ലെങ്കിലും ഏത് പെണ്ണുണ്ട് രാത്രിയിൽ അറിയാത്ത ഒരാളുടെ കൂടെ വണ്ടിയിൽ കയറി വരുന്നത്? ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, അതിന് മോനിപ്പോ അന്യനല്ലല്ലോ, അവളുടെ നാത്തൂൻ്റെ അനിയനല്ലേ, അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല. എന്താണെങ്കിലും ഞാൻ പോവുകയാ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ജഗൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വന്ദനയും ദിയമോളയുമാണ്. ദിയമോൾക്ക് ഉറങ്ങണമെങ്കിൽ കഥ കേൾക്കണമെന്ന് പറയുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കുകയാണ് വന്ദന. രാവണന്റെയും സീതയുടെയും കഥയായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം വീട്ടിലേക്ക് പോയ ജഗൻ വന്ദനയെ ഒന്നുകൂടി കാണാനുള്ള ആഗ്രഹം കൊണ്ട് തിരികെ വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ജഗൻ വന്ദനയുടെ മുറിയുടെ ജനലിന്റെ പുറത്ത് വന്ന് നിന്ന് വന്ദനയെ നോക്കുന്നതാണ്. അതേസമയം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വന്ദനയ്ക്ക് വിക്രമിന്റെയും ശ്യാമിന്റെയും കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. പെട്ടെന്ന് ജനലിന്റെ അവിടെ ഒരു നിഴൽ പോലെ തോന്നുകയാണ് വന്ദനയ്ക്ക്. വന്ദന എഴുന്നേൽക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ജഗൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. തുടർന്ന് ദിയമോൾക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ദിയമോള് കിടക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും ജഗന്റെ അനക്കം കേൾക്കുന്ന വന്ദന ജനൽ തുറന്നിട്ട് ആരാണെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുകയാണ് ജഗൻ. ഇത് കേൾക്കുന്ന വന്ദന ആ കള്ളപ്പൂച്ചയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനലടയ്ക്കുകയാണ്. വന്ദനെ, നീ സീതയാണെങ്കിലേ ഞാൻ രാവണനല്ല, ശ്രീരാമനാണ്. എന്താണെങ്കിലും വന്ദന എനിക്കുള്ളത് തന്നെയാണെന്നും ജഗൻ മനസ്സിൽ പറയുന്നു. അങ്ങനെ ജഗൻ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീടാണ്. കിടന്നുറങ്ങുന്ന വർഷയാണ് കാണിക്കുന്നത്. അതേസമയം വാഷ്റൂമിൽ പോയിട്ട് വരുന്ന വിക്രം വർഷയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. അതിനുശേഷം ഒരു ആപ്പിൾ എടുത്ത് വിക്രം മുറിച്ച് തിന്നുന്നു. അതിനുശേഷം വർഷയുടെ അടുത്തേക്ക് കത്തിയും കൊണ്ടുപോയി കത്തിയും പിടിച്ച് വർഷയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് വർഷ കണ്ണു തുറക്കുമ്പോൾ കത്തിയും പിടിച്ച് നിൽക്കുന്ന വിക്രമിനെ കണ്ട് ഞെട്ടലോടെ എഴുന്നേൽക്കുന്നു. കത്തി, ഇതെന്താ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അത് ആപ്പിൾ മുറിക്കാനുള്ള കത്തിയായിരുന്നു. ആപ്പിൾ മുറിച്ചു, ആപ്പിൾ തിന്നു. ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത ചോദ്യമല്ലേ അത്. ഇത്രയും നാളത്തെ എൻ്റെ പെരുമാറ്റത്തില് വർഷയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഏട്ടനല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഏട്ടൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇത് കേൾക്കുന്ന വിക്രം ചോദിക്കുകയാണ്, കോളേജിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിയ വർഷയാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്? തുടർന്ന് വർഷയുടെ കഴുത്തിന് ആ കത്തി വെച്ചിട്ട് വിക്രം പറയുകയാണ്, വർഷ ഈ കത്തി കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഇതിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കിയാലോ? എന്താ ഏട്ടാ, ഏട്ടൻ എന്താ ഈ കാണിക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ വർഷയുടെ കഴുത്ത് മുറിക്കുകയാണ് വിക്രം. തുടർന്ന് വർഷ നിലവിളിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം വർഷയെന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് വന്ദന. എന്താണെങ്കിലും ഇന്നിനി എനിക്ക് ഉറങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അവളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ദന വർഷയെ വിളിക്കുന്നു. മോളെ, നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. വിക്രം നിന്നോട് എങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ വന്ദന ചോദിക്കുമ്പോൾ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ലെന്നും ഏട്ടൻ എന്നോട് നല്ല സ്നേഹമാണെന്നും വർഷ പറയുകയാണ്. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചേച്ചിയോട് പറയണമെന്ന് വന്ദന പറയുമ്പോൾ ഉറപ്പായും പറയാമെന്നും എല്ലാവർക്കും സുഖമല്ലേ എന്നും വർഷ ചോദിക്കുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന വിക്രം ഇത് കണ്ടുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വേണം ഇവളെ താമസിപ്പിക്കാൻ. പുറം ലോകവുമായിട്ട് ഇവൾക്കൊരു ബന്ധവും പാടില്ല, ഇവളെ പുറം ലോകമൊട്ട് കാണാനും പാടില്ല. അതിനുള്ളതെല്ലാം ഞാൻ അടുത്ത് തന്നെ ശരിയാക്കി തരുന്നുണ്ടെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് വിക്രം. വിക്രമിനോട് ഫോൺ തരട്ടെ എന്ന് വർഷ ചോദിക്കുമ്പോൾ വേണ്ടെന്നും സംസാരിച്ചോളാനും വിക്രം പറയുന്നു. അങ്ങനെ വർഷ വന്ദനയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട് ദേഷ്യത്തോടെ മാറി നിൽക്കുകയാണ് വിക്രം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.